ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ മിഷൻ 30 ഡേയ്സിൻ്റെ ഉഷ്ബീസ് വാക്കിംഗ് ചലഞ്ച് മിഷൻ 30 ഡേയ്സിൻ്റെ 13ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നെല്ലാവരും ഒരു വീക്കെൻഡ് മൂഡിലായിരിക്കും അല്ലേ? അപ്പോൾ ഇന്നലെ ഏതായാലും ഒരു സംഭവബഹുലമായ ദിവസമായിരുന്നു. ഒരുപാട് നല്ലൊരു എക്സ്പീരിയൻസ് ലഭിച്ചൊരു ദിവസമായിരുന്നു ഇന്നലെ കേട്ടോ. ഇന്നലെ ഷാർജയിൽ നിന്ന് ദുബൈയിലേക്ക് നടത്തിയൊരു ബോട്ട് യാത്രയുടെ വിവരങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഷാർജയിൽ നിന്ന് പൊതുവെ ദുബായിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി വീക്കെൻഡുകളിലൊക്കെ ഒരുപാട് ടൈം എടുക്കും. ഓക്കെ, നമ്മുടെ വണ്ടിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 30 മിനിറ്റ്സ് എബോ എടുക്കും. പിന്നെ ട്രാഫിക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേറെ കൂടുതൽ എടുക്കും. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകണം, എന്തായാലും ബസ്സിനൊക്കെ പോകണമെങ്കിൽ ഒരു 1 അവറിൻ്റെ അടുത്ത് എന്തായാലും എടുക്കും കേട്ടോ. പിന്നെ നമ്മൾ മെട്രോ വഴി അങ്ങനെ പോയി ഇങ്ങനെ പുറകാനാകും. അപ്പോൾ ഇതൊരു ഈസി വേണ്ട ഇവിടെ ഷാർജയിൽ. ഷാർജ ഫെറി ഉണ്ട്. ഷാർജ അക്വാറിയത്തിൻ്റെ അടുത്ത് നേരെ ഹുബൈബ മറൈൻ സ്റ്റേഷനിലേക്ക് ബോട്ട് യാത്ര ഉണ്ട്. ഇവിടുന്ന് ആകെ 15 ദിറംസ് ആണ് അതിന് കോസ്റ്റ് വരുന്നത് പെർ പേഴ്സണ്. ഓക്കെ, പിന്നെ ചെറിയ കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഷാർജ ഹുബൈബ മറൈൻ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു ടൂറിസ്റ്റ് ഏരിയ ആണ്. അതുപോലെ എസ്പെഷ്യലി ഷോപ്പിംഗ് ഒക്കെ നടത്തുന്ന ഒരു ഏരിയ ആണ്. ഏകദേശം അവിടുന്ന് പിന്നെ നമുക്കൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാവുന്ന ഡിസ്റ്റൻസിലുള്ള സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത്. ഒക്കെ അല്ല തന്നെ മെട്രോ ആക്സസും ഉണ്ട് അവിടുന്ന്. അങ്ങനെ അപ്പോൾ അവിടുന്ന് ഹുബൈബ ബസ് സ്റ്റേഷൻ ഇന്നലെയാണ് പോയത്. ഇന്നലെ ഇവിടുന്ന് പോയി ഫെറിയിൽ പോയി ബോട്ട് യാത്ര നടത്തി 15 to 20 മിനിറ്റ്സ് കൊണ്ട് അവിടെ ഹുബൈബ മറൈൻ സ്റ്റേഷനിലെത്തി. പിന്നെ അവിടുന്ന് നേരെ നമുക്ക് ഗോൾഡ് സൂക്ക്, അതുപോലെ ഓൾഡ് സൂക്ക്, പിന്നെ അൽറാസ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ 1 ദിറം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബോട്ട് യാത്ര ഉണ്ടാവും. ഓക്കെ, നോർമൽ തോണി. അങ്ങനെ എന്ത് ചെയ്തു, അവിടുന്ന് നേരെ തോണി യാത്ര നടത്തി 1 ദിറം കൊടുത്തിട്ട് തോണി യാത്ര നടത്തി. അങ്ങനെ ദുബായ് ഓൾഡ് മാർക്കറ്റിൽ പോയി. അതുപോലെ തന്നെ ദുബായ് ഗോൾഡ് സൂക്കിൽ പോയി. ദുബായ് 2 ഗോൾഡ് സൂക്കുണ്ട്, ഓൾഡ് ഗോൾഡ് സൂക്കുണ്ട്, ന്യൂ ഗോൾഡ് സൂക്കുണ്ട്. ഗോൾഡ് മാത്രം വിൽക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഒരു വലിയൊരു സംഭവം തന്നെയാണ്. അപ്പം നിങ്ങൾ അതിലെ കൂടെ വിസിറ്റിംഗ് വരുന്ന ആൾക്കാരെല്ലാം തന്നെ ഇവിടെ യാത്ര ചെയ്യണം, ഇവിടെ താമസിക്കുന്ന ആൾക്കാർ എന്തായാലും ഒക്കെ ഒന്ന് പോയി കാണില്ല, നല്ലൊരു എക്സ്പ്ലോർ ചെയ്യൽ നന്നായിരിക്കും. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഇന്നലെ ന്യൂ ഗോൾഡ് സൂക്ക് ചെന്നപ്പോണ്ട് അവിടെ ഉണ്ട് പിന്നെ 300 കിലോ ഉള്ള 24 ക്യാരറ്റിന്റെ ഗോൾഡിന്റെ കട്ട. ഓക്കെ, സ്വർണ്ണക്കട്ട ഇരിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണക്കട്ട ഉണ്ടോ, 300 കിലോ ആണ് അതിന്റെ വെയിറ്റ്. അതിന്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ന്യൂ ഗോൾഡ് സൂക്കിലുണ്ട് ടെസ്ല, ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഗോൾഡൻ ടെസ്ല ഉണ്ട് അവിടെ. അതവിടെ 500 ദിറംസിന് അവിടുത്തെ ഷോപ്പുകളിൽ നിന്ന് ഷോപ്പിംഗ് നടത്തുന്ന ആളുകൾക്കുള്ള ഒരു കൂപ്പൺ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വിന്നറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഗിഫ്റ്റാണത്, സ്വർണത്തിൻ്റെ ടെസ്ല. അപ്പോൾ അതൊക്കെ അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ കുറച്ച് കറങ്ങി അവിടെ നേരെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. പിന്നെ 1 ദിറം കൊടുത്തിട്ട് വീണ് ഹുബൈബയിലേക്ക് വന്നു. പിന്നെ ബർദുബായ് മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങി. ബർദുബായ് മാർക്കറ്റിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് നടന്നപ്പോൾ അവിടെ ഗ്രാൻഡ് മോസ്ക് കണ്ടു. ഗ്രാൻഡ് മോസ്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടെമ്പിൾ ഉണ്ട്, ബർദുബായ് ടെമ്പിൾ ഉണ്ട്. ബർദുബായ് ടെമ്പിളിനോട് ആസ്പാസുള്ള ഏരിയകളിലൊക്കെ അവിടെ പൂജാ സാധനങ്ങളൊക്കെയാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. മറ്റുള്ള ഗോൾഡ് സൂക്കിലൊക്കെ ഫുള്ള് നിറച്ച് ഗോൾഡ്. പിന്നെ ഓൾഡ് സൂക്കിൽ ഇവിടുത്തെ ആൻഷ്യൻ്റ് ഐറ്റംസ് സാധനങ്ങൾ ബർദുബായ് മാർക്കറ്റിൽ ഓൾമോസ്റ്റ് ഇങ്ങനെ ആൻഷ്യൻ്റ് സാധനങ്ങളൊക്കെയാണ് പിന്നെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ നേരെ എന്ത് ചെയ്തു, അവിടുന്ന് നേരെ അൽസീഫ് പോയിട്ടോ. അൽസീഫ് വില്ലേജ് എന്തായാലും നല്ലൊരു ഒരു ആൻഷ്യൻ്റ്, ഇപ്പോൾ ഷാർജ ഹെറിറ്റേജ് വില്ലേജിലേക്കാളും കുറച്ച് കൂടുതലുള്ള ഒരു ഏരിയ കേട്ടോ. പിന്നെ അൽസീഫ് ഹെറിറ്റേജ് വില്ലേജ്, ആൻഷ്യൻ്റ് ഐറ്റംസ്, അതുപോലെ ഇവിടുത്തെ ഹെറിറ്റേജ് ഐറ്റംസ് ഒക്കെയാണ് അവിടെ കാണുള്ളത്. അങ്ങനെ അവിടെയൊക്കെ മൊത്തത്തിൽ പോയി കണ്ട് ഏകദേശം ഒരു 4 to 5 hours ദുബായിൽ ഇന്നലെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പറയാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ അപ്പോൾ നമുക്കൊരു ചുരുങ്ങിയ ഇതിൽ ദുബായൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ പറ്റിയൊരു സംഭവമാണ് ഈ ഫെറി യാത്ര, ബോട്ട് യാത്ര. കാരണം അവിടുന്ന് ഒരു 1 ദിറത്തിന് ഒരു ബോട്ട് യാത്ര കിട്ടുകയാണ്. പിന്നെ അതുപോലെ നമ്മൾ പോക്കും വരവും പിന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് 15 to 20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് എന്താ ജസ്റ്റ് ഒന്ന് ദുബായിൽ പോയി വരാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ സിറ്റി സെൻറ്റർ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ പിന്നെ അവിടെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും അത്രയാണ് ഇന്നുള്ളത്. നാളത്തെ അപ്ഡേഷനുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.